നമ്മുടെ തമിഴ് കല്യാണം പാർട്ട് 2-ന്റെ വിശേഷങ്ങളാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഹെയർ ഒന്നും എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ സമയം കിട്ടിയില്ല, കാരണം ടൈം ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമ്മൾ ഈവനിങ് ഫംഗ്ഷൻ നടക്കുന്ന അവിടെ എത്തി. ഇത് ഗോൾഡൻ മഡോസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. മോന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അപ്പൊ അത് കാരണം ഞങ്ങൾ എല്ലാവരും ഇത്തിരി സങ്കടത്തിലാണ്. കഴിഞ്ഞ ദിവസം ഓണം സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളിൽ, അപ്പൊ വടംവലി ഉണ്ടായിരുന്നു. മോനായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ. അപ്പൊ അവന് നല്ല ബോഡി പെയിനും പനിയൊക്കെ വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. അപ്പൊ റൂമിൽ തന്നെ അവനോട് ഹോട്ടലിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഏട്ടൻ കേരള ട്രഡീഷണലി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല തിരക്കൊക്കെ ആയി, ചടങ്ങുകളൊക്കെ തുടങ്ങി. പെണ്ണിനെയും ചെറുക്കനെയും വേദിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കേട്ടോ ആദ്യം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പന്തൽ പോലെയൊക്കെ സെറ്റ് ആക്കിയിട്ട് പെണ്ണിനെയും ചെറുക്കനെയും കൂടി ഹാളിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. ഭയങ്കര തിരക്കായത് കാരണം ഞങ്ങൾ പുറത്തു നിന്നിട്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ നടക്കുന്ന ഹാളിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ റോസാപ്പൂവൊക്കെ നമ്മുടെ മേത്തേക്ക് ഇട്ട് തന്ന് പനിനീരൊക്കെ തളിച്ചു, ചന്ദനമൊക്കെ ചാർത്തി വളരെ വാം വെൽക്കമിങ് ആണ് കേട്ടോ. നല്ല ആചാരപ്രകാരം നമസ്കാരമൊക്കെ തന്ന് നമ്മളെ ഹൃദയപൂർവ്വം അവര് നമ്മളെ അകത്തേക്ക് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് എത്തി. നോക്കി, ഇവിടെയാണ് കേട്ടോ ഫംഗ്ഷൻ നടക്കുന്നത്. രാവിലെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണിനെ മഞ്ഞൾ വെള്ളത്തിലും പാല് വെള്ളത്തിലൊക്കെ കുളിപ്പിച്ചു. ഇപ്പൊ പെണ്ണിന്റെ അമ്മാവനാണ് ചെറുക്കനും പെണ്ണിനും മാല ഇട്ട് കൊടുത്തിട്ട് ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. നാദസ്വരക്കാർ ഇവിടെ ഇരുന്ന് നാദസ്വരം വായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഹാളിൽ കയറി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന്റെ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാളിന്റെ ഒരു സൈഡിലായിട്ടാണ് കല്യാണം കൂടാൻ വന്നവരൊക്കെ ഇവിടെ നിന്ന് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അപ്പൊ അത് എടുക്കാനുള്ള തിരക്കാണ് എല്ലാവരും. ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ വാങ്ങി പോകുന്നുണ്ട്. കല്യാണ ഹാളിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഒരു ആചാരം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനപ്പോ അതൊരു അക്കാനോട് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അത് നാളത്തേക്കുള്ള മുഹൂർത്തം കുറിക്കുന്ന ഒരു ചടങ്ങാണെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു ആചാരം. രാവിലെ ഒരു ചടങ്ങ് കഴിഞ്ഞായിരുന്നു, തലേ ദിവസവും ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയ വെജിറ്റേറിയൻ ഫുഡാണ്. ഞങ്ങൾക്ക് വിശപ്പ് വന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും ഏട്ടനെ വിളിച്ചപ്പോ ഏട്ടൻ ഭയങ്കര സംസാരത്തിലാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. വെജിറ്റേറിയൻ ഫുഡാണ്. വാഴയിലയിൽ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള ഇഡലി വന്നു. പിന്നെ ഇതൊരു സ്വീറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മഷ്റൂം ബിരിയാണി, സാലഡ്, ചമ്മന്തി, പിന്നെ കട്ട്ലറ്റ്, പിന്നെ ചപ്പാത്തി, പനീർ, പിന്നെ ഇതൊരു തക്കാളി വെച്ചിട്ടുള്ള എന്തോ ഒരു ഡിഷാണ്. ഇതെന്തോ ഒരു പൊങ്കൽ പോലെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓനിയൻ ഇട്ടിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുറുക്കാൻ താല്പര്യമുള്ളവർക്ക് വെറ്റില താമ്പൂലൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം കേക്കാണ് കേട്ടോ സ്വീറ്റ് ആയിട്ട് കൊടുത്തത്. അപ്പൊ കല്യാണം നാളെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പാർട്ട് 3 കാണാം. ടാറ്റാ.